ഹായ്, അനൂപാണ്. ഓക്കെ, ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കൃത്യമായിട്ട് നിങ്ങൾ കേൾക്കുക. ഒരു വള്ളി പുള്ളി പോലും തെറ്റരുത് കേട്ടോ. ഒരു മഹാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്, അത് വ്യക്തമായിട്ട് കേൾക്കുക. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യം വരില്ല, കുറച്ച് കഴിഞ്ഞേ ആവശ്യം വരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫുൾ വീഡിയോ കാണുക. നമുക്ക് എന്ത് ആരോഗ്യ പ്രശ്നവും കാര്യങ്ങളുണ്ടെങ്കിലും ഡോക്ടറുടെ ഒരു കൺസൾട്ടേഷൻ അത്യാവശ്യമാണ്. പക്ഷേ ഇതിപ്പോൾ ഡോക്ടറിനെ കണ്ട് ഇതെല്ലാം ചെക്കപ്പ് ചെയ്യണം. പുതുതായിട്ട് കയറി ചെല്ലുന്ന വിചാരിക്കും എന്താ ഏതോ ന്യൂട്രീഷനിസ്റ്റ് ആണ് ഇരിക്കുന്നത്, ഡയറ്റീഷ്യനാണ് ഇരിക്കുന്നത്. അവനത് മാറ്റാനും പോകത്തില്ല. അവൻ പറഞ്ഞു ഞാൻ വെൽനസ് കോച്ചാണ്, ഡയറ്റീഷ്യനാണ്. ഇതിപ്പോൾ ഇവിടെ കാണിക്കും, ഇവിടുത്തെ നോക്കാൻ വേണ്ടി ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടോ? അതായത് നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയി കുറെ മരുന്നിന്റെ പേര് കാണാതെ പഠിച്ചിട്ട് MBBS എന്ന് പേര് ഇട്ടിച്ച് എനിക്കും പറയാമല്ലോ. 12.4% ഉള്ളൂ. നമുക്ക് കറക്റ്റായിട്ട് ഒന്നും ബോഡിയിലില്ല. ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായ ഇത് ഞാനല്ല, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നതാണ്. എന്ത് ഗ്യാരണ്ടിയാണുള്ളത്? ഭയങ്കര തട്ടിപ്പല്ലേ നടക്കുന്നത്. ഇപ്പം രാവിലെയാണ് വന്ന് ഷേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ രാവിലെ ഒരു ഷേക്ക് ഉണ്ട്, രാവിലത്തെ ഫുഡ് ഇവിടുന്ന് തരും. സൈഡ് എഫക്റ്റ് സൈഡ് എഫക്റ്റ് ഇല്ലാന്ന് പറയാൻ കാര്യം എൻ്റെ കുഞ്ഞെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ഡെയിലി വന്ന് ഇത് കഴിക്കേണ്ടി വരും. ഡെയിലി ഇവിടെ വന്ന് എടുക്കുവാണെങ്കിൽ അത്രയും നല്ലത്. ഇത്രകാലം കഴിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയും, ഞാൻ ലൈഫ് ലോങ് കഴിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ലൈഫ് ലോങ് കഴിക്കും. മലയാളത്തിൽ പറഞ്ഞ വ്യാജ ചികിത്സയാണ് നടക്കുന്നത്. നമ്മൾ ഹിഡൻ ക്യാമറയുമായി ഈ ഒരു ക്ലബിലേക്ക് പോവുകയാണ്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം ഹെർബാലൈഫ് ന്യൂട്രീഷൻ പൗഡർ കഴിച്ചതിനെ തുടർന്ന് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വീട്ടമ്മയുടെ വാർത്ത മറുനാടൻ പുറത്ത് വിട്ടിരുന്നു. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള ന്യൂട്രീഷൻ ക്ലബ്ബുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. നമുക്കൊരു കാര്യം അറിയേണ്ടത് എന്ന് പറഞ്ഞാൽ, ഈ ഒരു ബോട്ടിലിൻ്റെ പിൻഭാഗത്ത് ഒരു എഴുതിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഫിസിഷ്യൻ്റെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഇത്തരത്തിലുള്ള പൗഡർ കഴിക്കരുത് എന്നതാണ് ഇതിൽ പറയുന്നത്. അതായത് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പൗഡറിൻ്റെ പുറകുവശത്താണ് ഇത്തരത്തിലൊരു ഡിസ്ക്രിപ്ഷൻ എഴുതിയിരിക്കുന്നത്. വിദഗ്ധരുടെയോ നിർദ്ദേശമില്ലാതെ ഈ പൗഡർ ഉപയോഗിക്കരുത് എന്നതാണ്. എന്തായാലും ഈ ഒരു മലയൻകീഴുള്ള ന്യൂട്രീഷൻ സെൻറ്ററിൽ എന്താണ് നടക്കുന്നത് എന്ന് മറുനാടൻ ഇപ്പോൾ പരിശോധിക്കുകയാണ്. അതായത് നമ്മുടെ ക്യാമറാമാന് വണ്ണം വളരെ കുറവാണ്. അദ്ദേഹത്തിന് വണ്ണം എങ്ങനെ കൂട്ടാം എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നത്. നമ്മൾ ഹിഡൻ ക്യാമറയുമായി ഈ ഒരു ക്ലബിലേക്ക് പോവുകയാണ്. ആണല്ലോ, അല്ല ഇവിടെ ന്യൂട്രീഷൻ്റെ ഇത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, ഞാൻ എൻ്റെ വീട് ഇവിടെ അല്ല, ഞാൻ ഇവിടെ മലയൻകീഴ് അപ്പുറത്ത്. ഞാൻ ഇവിടെ ഫ്രണ്ടിൻ്റെ ഇവിടെ വന്നപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ ഇതിലെ പോകുമ്പോൾ ഇവിടെ നോക്കാറുണ്ട്, അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. എനിക്ക് നല്ല ഷുഗറിങ് പോലെയൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് വണ്ണം വെക്കണം, സൈസ്. ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം, ചെക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, ഫ്രീ ചെക്കപ്പാണ്. ഓക്കെ. ഇവിടെ അടുത്ത് തന്നെയാണോ താമസം? ഞാൻ ഇവിടെ ഡെയിലി വരാറുണ്ട്. ഇത് നമ്മളിവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ന്യൂട്രീഷൻ ഫുഡ് എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മേക്ക് ചെയ്ത് തരാം. നല്ല വേറെയൊക്കെ വരുന്നുണ്ട്. എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നുണ്ടോ? ഇല്ല, ഷുഗർ നോക്കിയിട്ടില്ല. ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളാണ്. അതെല്ലാം നോർമൽ. BP പിന്നെ ചില സമയത്ത് കുറേ നേരമൊക്കെ ഇരുന്നിട്ട് എനിക്ക് പെട്ടെന്ന് ഒരു തലയിറക്കം. അറിയത്തില്ല, ഇപ്പോൾ ഞാൻ കുറച്ചാളായിട്ട് കൂടി തുടങ്ങിയത്. ഇത് കുറേ നാളുകൊണ്ടുണ്ട്, വർഷങ്ങളായിട്ടുണ്ട്. ഞാൻ ഇപ്പം മൈൻഡ് ചെയ്തിരുന്നു, ഇപ്പം ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. ഇല്ല ഇല്ല, ക്ഷീണമുണ്ടോ? രാത്രി ഇരിക്കുമ്പോഴോ യാത്ര കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കൊക്കെ വേദന, ബ്രീത്തിങ് പ്രോബ്ലം, കുറച്ചേരം നടക്കുമ്പോഴോ സ്റ്റെപ്പ് കയറുമ്പോഴോ, ഉറങ്ങാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ? അവിടെ ഇടണോ? ഹൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം.
അണ്ടർ വെയിറ്റ് ആണ്, 21 കിലോ കുറവാണ്. 21 കിലോ. നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ആണ് പറയുന്നത്. അപ്പം 177 സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ 77 കിലോ എങ്കിലും വേണം. ഇത് 56, അപ്പം 21 കിലോ കുറവാണ്. അതിൻ്റെതായ ബോഡിയിൽ പ്രശ്നങ്ങൾ വരും. എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഷുഗർ, BP, തൈറോയ്ഡ് ചെക്ക് ചെയ്യണം, കൊളസ്ട്രോൾ ഇത്രയും ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. എന്തുകൊണ്ടാണ് ഇത് ഷിവറിങ് വരുന്നത് നോക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം കുറവ് 18 വയസ്സിൻ്റെ ബോഡി ഏജിൻ്റെ ഇതാണ് ഫങ്ഷനിങ് ആണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഫാറ്റ് വന്നിട്ട് നമുക്ക് 20% വേണം, 12.4% ഉള്ളൂ. അപ്പം നമുക്ക് കറക്റ്റായിട്ടൊന്നും ബോഡിയിലില്ല. ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായ ഫാറ്റ് വേണമല്ലോ. നല്ല ഫാറ്റും വേണം, ചീത്ത ഫാറ്റ് കുറച്ച് വേണം. അപ്പം അത് 12.4 ഉള്ളൂ. പിന്നെ വിസ്റൽ ഫാറ്റ് എന്ന് പറയും, അത് 7 to 9 റേഞ്ച് ഉണ്ടായിരിക്കണം. ഇത് 2 ഉള്ളൂ. അപ്പം ഇതൊക്കെ നമ്മളെ ബോഡിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പെട്ടെന്ന് പനി അങ്ങനെ എന്തെങ്കിലും വരാറുണ്ടോ? പിന്നെ ഇടയ്ക്ക് എനർജി ലോസ്റ്റ് ആവാറുണ്ട്. കുറേ ദൂരം നടക്കുക അങ്ങനെ ഓടയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എനർജി ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്നുണ്ട്. അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറവാണ്, മനസ്സിലായി. അപ്പോൾ ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധ ശേഷി നമ്മൾ കൂട്ടണം. അത് നമ്മളെ കറക്റ്റ് ഏകദേശം ഒരു 70 വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നെ വേറൊരു കാര്യം, 25 വയസ്സായതുകൊണ്ടാണ് ഇന്നൊരു ടാബ്ലറ്റ് എടുക്കുന്ന ഒരു സിറ്റുവേഷനിൽ വരാത്തത്. നിങ്ങളുടെ ഏജ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതൊരു 30 വയസ്സിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല, ടാബ്ലറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പോൾ ഇവിടുത്തെ നോക്കാൻ വേണ്ടി ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഇല്ലേ, നമ്മളെല്ലാം വെൽനസ് ട്രെയിനേഴ്സാണ്. നമ്മൾ ഈ ഇവിടെ ഒരു മരുന്ന് കൊടുക്കുന്ന ഒരു സ്ഥലമല്ല, ഇത് ന്യൂട്രീഷൻ ഫുഡാണ്. ഒരു നേരത്തെ ന്യൂട്രീഷൻ ഫുഡ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും. ബാക്കി എന്ത് കഴിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു തരും. ഇതൊരു വെയിറ്റ് കുറയ്ക്കുന്നതോ വെയിറ്റ് കൂട്ടുന്നതോ ആയിട്ടുള്ള പ്രോഡക്റ്റും അല്ല. ഇത് ബാലൻസ്ഡ് സമീകൃതമായിട്ടുള്ള ആഹാരം നമ്മളെ ബോഡിയിൽ ഇന്ന് എത്തുന്നില്ല. സമീകൃത ആഹാരം എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ വേണം, വൈറ്റമിൻസ്, മിനറൽസ് വേണം, ഫൈബർ വേണം. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം. ഇത് നമുക്കിന്ന് ഡെഫിഷ്യൻസി ആയതുകൊണ്ടാണ് നമ്മളെ ബോഡിയിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ടാകുന്നത്. എന്നിട്ട് നമ്മൾ എക്സസ് ആയിട്ട് കാർബോഹൈഡ്രേറ്റ്, അരി ആഹാരം, കാരണം റൈസാണ് കൂടുതലും എടുത്തിരിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ്, ഷുഗർ, സോൾട്ട്, ഫാറ്റ് ഇതൊക്കെ നമ്മൾ എടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊന്നും നമ്മളെ ബോഡിക്ക് അധികം ആവശ്യമുള്ളതല്ല. അത് കൂടുതൽ എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും ഫൈബറും എടുക്കാതിരിക്കുന്നത് കൊണ്ടാണ് നമ്മളെ ബോഡിയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ഇവിടെ അത് നികത്തുന്ന ഒരു സ്ഥലമാണ്. ഇതെല്ലാം ഈ എക്സസ് ആയിട്ടുള്ളതിനെ കറക്റ്റ് അളവിലും ഡെഫിഷ്യൻസി ആയിട്ടുള്ളതിനെ കൂട്ടിയിട്ട് ഒരു 114ഓളം പോഷകങ്ങളാണ് ഇവിടെ നിന്ന് തരുന്നത്. ഇവിടുന്ന് ഒരു മരുന്നോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. തന്നതിന് ശേഷം ഇത് ഒരു നേരത്തെ ഫുഡായിട്ട് തന്നിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കൂട്ടുന്നതിനായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനനുസരിച്ചുള്ള ആഹാര രീതി പറഞ്ഞുതരും. എന്നിട്ട് ഒരു ട്രെയിനറെ വിളിച്ചിട്ട് കറക്റ്റായിട്ട് ഫോളോ അപ്പും ചെയ്യും. നിങ്ങൾ എന്തൊക്കെ ഫുഡ് കഴിക്കണമെന്നുള്ളതും നിങ്ങൾ ഫോണിൽ വിളിച്ചിട്ട് എത്ര ലിറ്റർ വെള്ളം കുടിക്കണമെന്ന്. ഇപ്പം എത്ര ലിറ്റർ വെള്ളം കുടിക്കണമെന്ന് അറിയാവോ? 4 ലിറ്ററൊക്കെ കുടിക്കണ്ടേ? 4 ലിറ്റർ കുടിക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ വെയിറ്റിനനുസരിച്ചുള്ള വെള്ളം കുടിച്ചാൽ മതി. ഇപ്പം 20 കിലോയുള്ള ഒരാൾ 1 ലിറ്റർ വെള്ളം കുടിച്ചാൽ മതി. ഇത് ഞാനല്ല, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നതാണ്. അപ്പം അത് 40 ആകുമ്പോൾ 2 ലിറ്റർ. ഇവിടെ 56 കിലോ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 2.75-3 ലിറ്റർ അടുപ്പിച്ച് കുടിച്ചാൽ മാത്രം മതിയാവും. ഓവറായിട്ട് കുടിച്ചാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് പലതും യൂറിനിലൂടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. മനസ്സിലായത്? അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കാരണം അപ്പം അതൊരു അറിവില്ലായ്മ കൊണ്ടാണ് വെള്ളത്തിൻ്റെ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ട് നമ്മുടെ ഇവിടുന്ന് പോഷകാഹാരങ്ങൾ പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് 4, 7, 10 ദിവസങ്ങളിൽ നമ്മൾ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുമ്പോൾ തന്നെ വ്യത്യാസം വന്നു തുടങ്ങും. എനിക്ക് 4 ദിവസമായിട്ടുള്ളൂ. ഈ ആഹാര രീതിയെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യും. പിന്നെ വെയിറ്റ് ഗെയിൻ ആയതുകൊണ്ട് ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫുഡും കഴിക്കാം. എനിക്ക് കുറയ്ക്കണം. എല്ലാം കഴിക്കുമ്പം അത് നല്ല ഫുഡ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ തന്നെ ഡെയിലി വന്ന് ഇത് കഴിക്കേണ്ടി വരും? ഡെയിലി ഇവിടെ വന്ന് എടുക്കുവാണെങ്കിൽ അത്രയും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ, ഈ പ്രൊഡക്റ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതൊരു ഷോക്കേസിലിരിക്കും.
ഒന്നോ 2 ദിവസം നിങ്ങൾ യൂസ് ചെയ്യും. പിന്നെ അതവിടെ ഇതിൻ്റെതായിട്ടുള്ള എക്സസൈസും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലും എക്സസൈസ് ഒന്നും ഇപ്പം നമ്മൾ പറയുന്നില്ല, ചെയ്യുന്നുണ്ട്. ഇവിടെ വെയിറ്റ് കുറഞ്ഞവർ ഷേപ്പ് ആവാൻ വേണ്ടിയിട്ട് എക്സസൈസ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് മോർണിംഗ് 5:30 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പം എക്സസൈസ് വേണ്ട. നമുക്ക് ഇവിടെ ബോഡിയിൽ ആദ്യം കുറച്ച് ഒന്ന് 56 എന്നുള്ളത് ഒരു 55 കിലോയിലോട്ട് മാറും. വെയിറ്റ് ഒന്ന് പോകണം. കാരണം വെച്ചാൽ ബോഡിയിലെ കുറച്ച് വേസ്റ്റുകൾ പോകണം. എന്നതിന് ശേഷം നമുക്കതിനെ കൂട്ടണം, ആരോഗ്യം ഉണ്ടാക്കിയെടുക്കണം. എന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ വയസ്സിലായതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ പോകുന്നത്. ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ ബോഡിയിൽ കൂടിക്കൊണ്ടിരിക്കും. ടാബ്ലറ്റ് എടുക്കേണ്ടടുത്ത് ടാബ്ലറ്റ് എടുക്കേണ്ടി വരും. ഇതിപ്പോൾ ഡോക്ടറിനെ കണ്ട് ഇതെല്ലാം ചെക്കപ്പ് ചെയ്യാം നേരത്തെ പറഞ്ഞു? ഇല്ല, ഇത് നമ്മളിവിടെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഇത്രയും കാര്യങ്ങൾ തന്നെ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട. രാവിലെ എന്ത് കഴിക്കണം, അത് നമ്മളിപ്പം രാവിലെയാണ് വന്ന് ഷേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ രാവിലത്തെ ഫുഡ് ഇവിടെ നിന്ന് തരും. തന്നതിന് ശേഷം ബാക്കി എന്ത് കഴിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു തരും. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് എന്ത് കഴിക്കണം, ഈവനിങ് സ്നാക്സിൽ നമ്മൾ ഓയിലി ഫുഡൊക്കെ കഴിക്കത്തില്ലേ, ആ സമയത്ത് എന്ത് ഫുഡ് കഴിക്കണം, സ്നാക്സ് ആയിട്ട് എന്ത് എടുക്കണമെന്നുള്ളത് പറഞ്ഞു തരും. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് 4ാമത്തെ ദിവസമേ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എന്തെന്നുള്ള കാര്യം പറയാത്തത്. എന്തായാലും ഈ പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ തരുന്നത്, നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഹലോ, പിന്നെ ഈ വെള്ളത്തിൻ്റെ കണക്ക് അത് ഞാൻ പറഞ്ഞു ഇപ്പം. ഹലോ, അത് കറക്റ്റായിട്ട് എടുക്കണം. ഇവിടെ എത്ര മണി വരെ ഉണ്ട് രാവിലെ? രാവിലെ നമ്മളിവിടെ 5:30 വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് 5:30 മണി മുതലേ ഉണ്ട്. പക്ഷേ 7 മണിയായിട്ട് വന്നെടുത്താലും മതി. 7 മണി മുതൽ 11 മണി വരെ ഉണ്ട് മോർണിംഗ്. ഈ സമയം നമ്മളിപ്പം ഇവിടെ വർക്കിംഗ് അല്ല, ഞങ്ങളിവിടെ ഇരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ 2 മാസം ആയതുകൊണ്ട് നമ്മളിവിടെ ഇരിക്കുന്നു. ഈവനിങ് ആണെന്നുണ്ടെങ്കിൽ 5 മണി മുതൽ 9 മണി വരെ ഒരു നേരം വന്നാൽ മതിയാവും. ഏതെങ്കിലും ഒരു നേരം വന്നാൽ മതി. വന്നിട്ട് നമുക്ക് എത്ര കാലം കഴിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഞാൻ ലൈഫ് ലോങ് കഴിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ലൈഫ് ലോങ് കഴിക്കും. നിങ്ങൾക്ക് റിസൾട്ട് എടുക്കുന്നത് വരെ കഴിക്കാം. നിങ്ങൾക്ക് ഒരു 10 ദിവസം എടുക്കുമ്പോൾ തന്നെ അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റും. പെട്ടെന്നൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. ചെയ്യുന്നോണ്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. വേറെ സൈഡ് എഫക്റ്റും വേറെ കാര്യം സൈഡ് എഫക്റ്റ് ഇല്ലാന്ന് പറയാൻ കാര്യം എൻ്റെ കുഞ്ഞെടുക്കുന്നുണ്ട്. അവിടെ നിന്ന് കൊണ്ട് വന്നില്ല. ഞാൻ ഈവനിങ് ആണെങ്കിൽ ഞാൻ അവളെ കൊണ്ട് വന്നേക്കുന്നത്. അവള് ലൈഫിൽ അവൾക്കുള്ള ഫുഡ് അവൾ തന്നെ മേക്ക് ചെയ്ത് കുടിക്കും. പേയ്മെന്റും കാര്യങ്ങളൊക്കെ പേയ്മെന്റ് എന്ന് പറയുന്നത് വെച്ചാൽ ഡെയിലി ആണെന്നുണ്ടെങ്കിൽ 300 രൂപ വെച്ചിട്ട് അടയ്ക്കേണ്ടി വരും. ഒന്നിച്ച് പേയ്മെന്റ് ചെയ്യുവാണെങ്കിൽ 250 വെച്ചിട്ട് ആകത്തുള്ളൂ. അപ്പോൾ 10 ദിവസത്തെ 5 ദിവസത്തെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 2000 രൂപ 10 ദിവസം. പ്രേക്ഷകർ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാകും. അതിൽ വളരെ വ്യക്തമായ ഒരു ലേഡിയാണ് നമ്മളോട് സംസാരിക്കുന്നത്. അഖിലിനോട് ചോദിക്കുന്നു എപ്പോഴാണ് എഴുന്നേക്കാറ്, എപ്പോഴാണ് കിടക്കാറ് എന്നെല്ലാം തന്നെ നിരവധി ഒരു ഡോക്ടർ ചോദിക്കുന്ന ചോദ്യങ്ങൾ, അത്തരത്തിലുള്ളൊരു ചോദ്യങ്ങളാണ് അഖിലിനോട് ചോദിച്ചിരിക്കുന്നത്. അതിനുള്ള ഉത്തരങ്ങളെല്ലാം തന്നെ അവരൊരു ഷീറ്റിൽ എഴുതിയെടുത്തതിന് ശേഷം ഇവിടെ തന്നെ പ്രൊഡക്റ്റ് ഉണ്ട്, ഇവിടുന്ന് തന്നെ നമ്മൾ കലക്കിത്തരാം എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചിരിക്കുന്നത്. അവരോട് ഇതിന് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ആവശ്യമില്ലേ എന്നുള്ള സംശയങ്ങളെല്ലാം തന്നെ നമ്മൾ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് വെൽനസിൻ്റെ ട്രെയിനിങ് ലഭിച്ചതാണ് എന്നെല്ലാം തന്നെ ഇവർ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നു വരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഈ ഒരു ക്ലബിലേക്ക് പോയി ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിരിക്കുന്നത്. ഇവർ ഈ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ വിദഗ്ധരല്ല എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ് ഈ ദൃശ്യത്തിലൂടെ. അതുകൂടാതെ കഴിഞ്ഞ ദിവസം ഈ മലയൻകീഴുള്ള അതുൽ നമ്മളോട് പ്രതികരിച്ചത് പ്രകാരം ഇവർ യാതൊരുവിധ അതായത് വിദഗ്ധരല്ല ഈ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നതിന്, അത്തരത്തിലുള്ള ലൈസൻസോ കാര്യങ്ങളോ ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്നും അതുൽ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഹെർബലൈഫ് എന്താണെന്നും ആ ഒരു കോച്ച് ക്ലിയർ ആയിട്ട് അല്ലേ, വളരെ ക്ലിയർ ആയിട്ടാണ് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് അൺഹെൽത്തി സിറ്റുവേഷനിലേക്ക് പോകുന്നത്, വളരെ കൃത്യമായിട്ടാണ് ഓരോ കാര്യങ്ങളും ചോദിക്കുന്നത് അല്ലേ. നിങ്ങളപ്പോൾ അത് വ്യക്തമായിട്ട് കേൾക്കുക, നിങ്ങളത് വ്യക്തമായിട്ട് കേൾക്കുക എന്താണ് ന്യൂട്രീഷൻ സെന്ററിൽ ആക്ച്വലി നടക്കുന്നത് എന്നുള്ളത്. അല്ല, നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഹെൽത്ത് കോച്ച് അല്ലെങ്കിൽ വെൽനസ് കോച്ച് എന്നുള്ളത് നമുക്ക് കൂടുതൽ ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസ് വരാതിരിക്കാനാണ്
കോച്ചസ് സപ്പോർട്ട് ചെയ്യുന്നത്. അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഡോക്ടറിനെ തന്നെ കാണണം. വരാതിരിക്കാം കോച്ചസ് പറയുന്ന പോലെ നല്ല ഭക്ഷണ രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. യെസ്, ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഹെർബ ലൈഫിൻ്റെ ന്യൂട്രീഷൻ ക്ലബ്ബുകളിൽ നടക്കുന്നത്. എങ്ങനെ ഹെൽത്തി ആയിട്ട് ഇരിക്കാം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കണം, അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തോ. ഓക്കെ, താങ്ക് യു ഓൾ.